നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാത്തന്നൂരിലെ കരിങ്കൽ ക്വാറിയിൽ സംഭവിച്ച അപകടമരണം റോഡരികിൽ വെച്ച് നടന്നതായി കാണിച്ച് ചാലിശ്ശേരി പോലീസിന്റെ FIR റിപ്പോർട്ട് എന്ന പരാതി. പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ജനകീയ സമരസമിതി പ്രവർത്തകർ രംഗത്ത്. ചാത്തന്നൂർ ചേംബർ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൈവറ്റ് ലിമിറ്റഡിലെ അതിഥി തൊഴിലാളിയുടെ ദാരുണ മരണം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഒരാഴ്ച മുമ്പ് കോറിക്ക് സമീപത്തെ വാവന്നൂർ ചാത്തന്നൂർ റോഡിൽ ട്രാക്ടറിടിച്ച് ആസാം സ്വദേശികളായ 3 തൊഴിലാളികൾക്ക് പരിക്കേറ്റു എന്നാണ് ചാലിശ്ശേരി പോലീസ് തയ്യാറാക്കിയ 0138/26 എന്ന FIRലുള്ളത്. എന്നാൽ ഈ അപകടം ക്വാറിക്കുള്ളിലാണ് നടന്നതെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം. വാവന്നൂർ ചാത്തന്നൂർ റോഡിൽ അങ്ങനെയൊരു വാഹനാപകടം നടന്നിട്ടില്ല. പരിസരത്ത് താമസിക്കുന്നവരാരും തന്നെ ഇങ്ങനെയൊരു അപകടം നടന്നതായി കണ്ടിട്ടില്ല. നിരത്തിൽ അപകടത്തിന്റെ യാതൊരു അടയാളവും കാണാനുണ്ടായിരുന്നില്ല എന്നും ഇവർ പറഞ്ഞു. എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടും ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടും പ്രവർത്തിക്കുന്ന ക്വാറിയുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടു പോകുന്നതിനു വേണ്ടിയാണ് അതിഥി തൊഴിലാളികളുടെ മരണം റോഡപകടമാക്കിയതെന്നും ജനകീയ സമരസമിതി ആരോപിച്ചു. പോലീസിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണത്തിന്റെ നിജസ്ഥിതി പുറത്തുകൊണ്ടുവരണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കോടതി ഉത്തരവിന്റെ മറവിൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ക്വാറി പൂട്ടുന്നതുവരെ ജനകീയ സമരസമിതി സമരം തുടരുമെന്ന് ഭാരവാഹികളായ M. പ്രദീപ്, KK രാമചന്ദ്രൻ, TV ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. സാധാരണ കോറിയിലൊക്കെ അപകടം ഉണ്ടാകുമ്പോൾ ആ കോറി ഒരു ദിവസമോ അര ദിവസമോ ഒക്കെ നിർത്തിവെക്കും. അവിടുത്തെ ഒരു ജീവനക്കാരനാണ്, ഹിന്ദിക്കാരനാണ് മരിച്ചത്. ഒരു ജീവനക്കാരനാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ഡെഡ് ബോഡി എടുക്കുന്നവരെയൊക്കെ നിർത്തിവെക്കും. ഇവിടെ ഇങ്ങനൊരു അപകടം നടന്ന വിവരം ആ നാട്ടിലെ ഒരാൾ പോലും അറിഞ്ഞില്ല. ആ അപകടത്തിന് ശേഷം അവിടുത്തെ തൊഴിലാളികളായ ഹിന്ദിക്കാരുൾപ്പെടെ ആളുകൾ പുറത്തിറങ്ങുന്നില്ല. റോട്ടിലേക്കോ കടയിലേക്കോ ഒന്നും വരുന്നില്ല. ഈ കോറി നിർബാധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത് പുറത്ത് റോട്ടിൽ വെച്ചിട്ടാണ് എന്ന വിവരം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നമുക്ക് കിട്ടാവുന്ന സോഴ്സ്, അവിടുത്തെ നാട്ടിലെ സോഴ്സിൽ നിന്നൊക്കെ മനസ്സിലായത് കോറിക്കകത്താണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ജാക്കി ജാമർ ഉള്ള ട്രാക്ടർ ബാക്കിലേക്ക് ഇറങ്ങി വന്നാണ് 3 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിലൊരാൾ മരണപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. 96 ദേശങ്ങളുടെ ഉത്സവം എന്ന പെരുമയുമായി നടന്ന കൂറ്റനാട് ആമക്കാവ് പൂരത്തിനെത്തിയത് ജനസാഗരം. 25 ഗജവീരന്മാർ അണിനിരന്ന കോട്ടിയെഴുന്നള്ളിപ്പും പ്രഗത്ഭരായ കലാകാരന്മാർ തീർത്ത നാദവിസ്മയവും ഉത്സവപ്രേമികൾക്ക് അവിസ്മരണീയമായ കാഴ്ചയൊരുക്കി. രാവിലെ തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകളോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് 2:30 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വം കമ്മിറ്റിയുടെ പൂരമെഴുന്നള്ളി. വൈകുന്നേരമായതോടെ 15 ഉപകമ്മിറ്റികളുടെ കീഴിലുള്ള ആനപ്പൂരങ്ങളും വാദ്യമേളങ്ങളും ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തി. കാവടിയാട്ടവും ചെണ്ടമേളവും ആമക്കാവിന്റെ അന്തരീക്ഷത്തെ പൂരലഹരിയിലാഴ്ത്തി. രാത്രി 8 മണിയോടെ ശിങ്കാരിമേളങ്ങളുടെയും വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെയും അരങ്ങേറ്റമായിരുന്നു. 100-ലധികം വാദ്യകലാകാരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പ് ഒരേ താളത്തിൽ മേളമൊരുക്കി. തുടർന്ന് പരമ്പരാഗത വേലകളും പ്രാദേശിക പൂരങ്ങളുടെ വരവും ക്ഷേത്രമൈതാനത്തെ വർണ്ണാഭമാക്കി. കരിങ്കാളികൾ, പൂതൻ, തിറ, മൂക്കഞ്ചാത്തൻ തുടങ്ങിയ തനത് രൂപങ്ങളും ചെറുതും വലുതുമായ തേരുകളും ഉത്സവത്തിന് പഴമയുടെ കരുത്തേകി. പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാത്രിയിൽ ആകാശത്ത് വിസ്മയം തീർത്ത വർണ്ണശബളമായ വെടിക്കെട്ട് പൂരത്തിന് ആവേശകരമായ പരിസമാപ്തിയായി. കൂറ്റനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ചു നടന്ന വെടിക്കെട്ടിനിടെ 3 പേർക്ക് പരിക്ക്. അജിത് കോടനാട്, ഷാമിൽ, ഷാരോൺ ചേറ്റുവ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തെ പാടശേഖരത്ത് വെടിക്കെട്ട് നടന്നത്. വെടിക്കെട്ടിനിടെ തെറിച്ച മൺകട്ടകളും ചെറിയ കല്ലുകളും ദേഹത്തു തട്ടിയാണ് ഇവർക്ക് പരിക്കേറ്റത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇവരെ പൂരക്കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന്
പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പ്രാഥമിക ചികിത്സ നൽകി ഇവരെ തിരികെ വീടുകളിലെത്തിക്കുകയും ചെയ്തു. അതേസമയം പരിക്കേറ്റവർക്ക് പരാതികളില്ലെന്നറിയിച്ചതിനാൽ മറ്റു നിയമ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ആമക്കാവ് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് കാണികളിൽ ആവേശം നിറച്ച് ഡബിൾ തായമ്പക അരങ്ങേറി. പെരിങ്ങോട് സെക്യുലർ പൂരാഘോഷ കമ്മിറ്റിയാണ് പെരിങ്ങോട് സെന്ററിൽ ഡബിൾ തായമ്പക സംഘടിപ്പിച്ചത്. പ്രശസ്ത തായമ്പക കലാകാരന്മാരായ പനമണ്ണ ശശിയുടെയും അത്താളൂർ ശിവദാസന്റെയും നേതൃത്വത്തിലായിരുന്നു ഡബിൾ തായമ്പക അരങ്ങേറിയത്. നൂറുകണക്കിന് ആളുകളാണ് മേളപ്പെരുമ ആസ്വദിക്കാനെത്തിയത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ തിരുവേഗപ്പുറയിൽ സ്കൂട്ടറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. കൊപ്പം വളാഞ്ചേരി പാതയിലെ തിരുവേഗപ്പുറ ചെക്ക് പോസ്റ്റിന് സമീപത്താണ് ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. 3 പേർക്ക് പരുക്ക് പറ്റി. വെള്ളിയാഴ്ച രാത്രി 11:30 അപകടമുണ്ടായത്. വെണ്ടല്ലൂർ പറമ്പത്തുകാവ് ഉത്സവം കഴിഞ്ഞ് മടങ്ങവേ ചെമ്പ്ര ഭാഗത്തേക്ക് തിരിയുന്നതിനിടയിൽ കൊപ്പം ഭാഗത്തു നിന്നും വന്ന ഓട്ടോറിക്ഷയുമായി സ്കൂട്ടർ കൂട്ടിയിടിക്കുകയായിരുന്നു. കുടുമുണ്ട സ്വദേശികളായ 2 പേർക്കും ഓട്ടോറിക്ഷ ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. ഇവരെ ഓടിക്കൂടിയ നാട്ടുകാർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കൊപ്പം എറയൂർ തിരുവളയനാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം നാളെ ആഘോഷിക്കും. ദേശപ്പാട്ടുത്സവങ്ങൾക്ക് സമാപനം കുറിച്ചാണ് പൂരാഘോഷം. കൊപ്പം എറയൂർ തിരുവളനാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം നാളെ ആഘോഷിക്കും. ദേശപ്പാട്ടുത്സവങ്ങൾക്ക് സമാപനം കുറിച്ചാണ് നാളെ പൂരാഘോഷം കൊണ്ടാടുന്നത്. നാളെ രാവിലെ വിശേഷ പൂജകളോടെ ചടങ്ങുകൾ ആരംഭിക്കും. വൈകുന്നേരം 6 ദേശങ്ങൾ ക്ഷേത്രത്തിൽ സംഗമിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. പഞ്ചവാദ്യവും ഉണ്ടായിരിക്കും. ആമിയൂർ ദേശപ്പാട്ടിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കലാപരിപാടികളും അരങ്ങേറി. വള്ളൂർ വേണുഗോപാല പണിക്കരുടെ തായമ്പകയും പുറത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയും ഉണ്ടായിരുന്നു. Nako. സങ്കടങ്ങൾ ചൊല്ലിടും തമ്പുരാനേ ഗതിരച്ചകൻ മുത്തപ്പനല്ലേ അഭയദായകൻ മുത്തപ്പനല്ലേ അമരേശ്വരൻ മുത്തപ്പനല്ലേ ഇലാണ്ടവും മുത്തപ്പനല്ലേ ഒന്നാത്തിക്കുകളെ പാടൂ സുപ്രഭാതം പാടൂ അമംഗളനാശകനെ ഉണർത്താനൂ ഒന്നാത്തിക്കുകളെ പാടൂ സുപ്രഭാതം പാടൂ അമംഗളനാശകനെ ഉണർത്താനോ യാർക്കാരാ
ചാലിശ്ശേരി പടിഞ്ഞാറേയങ്ങാടിയിൽ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ആർ. കുഞ്ഞുണ്ണി ഹൈമാസ്റ്റ് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്തു. വാർഡ് മെമ്പർ ആനി വിനു അധ്യക്ഷത വഹിച്ചു. കെ.ജി. സണ്ണി, കെ.എ. പ്രയാൺ, ബാബു പി. ജോർജ്, ബോബൻ സി. പോൾ, രാജു കോട്ടക്കാരൻ, ഷാജിമോൾ, ടി.കെ. ഷാജു എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. പ്രസിദ്ധമായ വിളയൂർ കരിങ്ങനാട് വിളങ്ങോട്ടുകാവ് താലപ്പൊലി ആഘോഷിച്ചു. വിവിധ കമ്മിറ്റികളുടെ ആഘോഷവരവ് വർണ്ണാഭമായി. പ്രസിദ്ധമായ വിളയൂർ കരിങ്കനാട് വിളങ്ങോട്ടുകാവ് ഗോവിന്ദപുരം ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഉണ്ടായിരുന്നു. വൈകുന്നേരം വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷവരവ് വർണ്ണക്കാഴ്ചയേകി. 18-ൽ പരം ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷവരവ്. തിറ, പൂതൻ, നാടൻ കലാരൂപങ്ങൾ, ഇണക്കാളകൾ, ഗജവീരന്മാർ എന്നിവയെല്ലാം ആഘോഷത്തിന് പൊലിമയേകി. രാത്രിയോടെ ആഘോഷങ്ങൾ ക്ഷേത്രമുറ്റത്ത് അണിനിരന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് NIT, CET എന്നിവയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ വികസന രേഖയുടെ വിശകലനവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ സംഘടിപ്പിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു സെമിനാർ നടത്തിയത്. പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ വൈജ്ഞാനിക മണ്ഡലമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കിലെ, കോഴിക്കോട് NIT, തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നിവയുടെ സഹകരണത്തോടുകൂടി പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ മേഖലയും കേന്ദ്രീകരിച്ചുള്ള വിശദമായ പഠനം നടത്തിയത്. ഈ സ്ഥാപനങ്ങളിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വാർഡ് തലം മുതൽ സന്ദർശനം നടത്തി തയ്യാറാക്കിയ പഠന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. പഠന റിപ്പോർട്ടിന്റെ അവലോകനവും ഇതുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാറുമാണ് പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടത്തിയത്. മുഹമ്മദ് മോസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. മിക്കവാറും പട്ടാമ്പി മണ്ഡലത്തിലെ എല്ലാ ടൗണുകളും നവീകരണത്തിന് തുടക്കമിടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് ഈ കാലയളവിലാണ്. പട്ടാമ്പി ടൗണിലെ നവീകരണം പല എതിർപ്പുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ആയിട്ട് പലരും പറയാറുണ്ട്. കോടതി കേസടക്കമുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ടൗൺ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓങ്ങല്ലൂർ ടൗൺ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുളയില്ലാവട്ടം നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം ടൗൺ നവീകരണം ആദ്യഘട്ടം പൂർത്തീകരിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തൃത്താലക്കൊപ്പം ടൗൺ നവീകരണത്തിന് ഫണ്ട് വെച്ചു. അങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ നമ്മുടെ മുതല ടൗൺ നവീകരണം അത് നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ വിവിധ ടൗണുകളുടെ നവീകരണങ്ങൾ കൂടി നമ്മൾ നടത്തുന്നുണ്ട്. കാരണം ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ, ആളുകൾക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ, ആളുകൾക്ക് അത്യാവശ്യം ടൗണുകളിലൊക്കെ തന്നെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ, വാഹനങ്ങളും ട്രാഫിക്കിലൊക്കെ കുറച്ചുകൂടെ സുഗമമായി പോകാനുള്ള സംവിധാനം വേണം. നമ്മൾ പട്ടാമ്പി പാലം നടക്കില്ല എന്ന് പറഞ്ഞ് പാലം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നുണ്ട്. മേൽപ്പാലങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ ഫണ്ട് വെച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ സാധാരണ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രം പോരാ. അതിൻ്റെ പുറകിൽ ഒരു വലിയ വിഷൻ വരുന്ന 20 വർഷം, 30 വർഷം, 50 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പട്ടാമ്പി, എങ്ങനെയായിരിക്കണം പട്ടാമ്പിക്കാരുടെ ജീവിതം എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്ലാൻഡായിട്ട് ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കിലയുടെ ഡോക്ടർ അജിത് കാളിയത്തോടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കിലയുടെ ഒരു പ്രവർത്തനം, ഒരു സ്റ്റഡി വായനശാലകളുമായി ബന്ധപ്പെട്ടു ലേണിംഗ് കോൺസ്റ്റൻസി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടപ്പിലാക്കി. അങ്ങനെ കില ഇടപെട്ടുകൊണ്ടാണ് കിലെ പ്രൊഫസർ അജിത് കാളിയത്ത്, കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ ഫിറോസ്, തിരുവനന്തപുരം CIT പ്രതിനിധി ഋതികേഷ്, ശ്രദ്ധ കോർഡിനേറ്റർ ഡോക്ടർ ആഷിഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.